മുന്തിയ ഇനം മാത്രം ഭക്ഷണം കൊടുത്ത് പഠിപ്പിക്കരുത് കുട്ടികളെ. എപ്പോഴും മുന്തിയ ഇനം ഭക്ഷണം. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ വൈഫിനെ കാണുന്നില്ല, ഭാര്യയെ കാണുന്നില്ല. ഈയിടെ പോയി മീൻകറി ആയതുകൊണ്ട്, മത്സ്യക്കറി ആയതുകൊണ്ട് ഓനിക്ക് വേണ്ട പോലും ഓനിക്ക് 2 ചിക്കൻ പൊരിച്ചു കൊടുക്കാൻ വേണ്ടി, ഫ്രൈ ആക്കാൻ വേണ്ടി പോയതാണ്. ഇനി ആ കുട്ടി ഭാവിയിൽ എന്താവുന്ന നമുക്ക് കണ്ടറിയാം. മുന്തിയ ഇനം മാത്രം കുട്ടികളെ കൊടുത്ത് പഠിപ്പിക്കരുത്. സലീമ പറയാ, അവൻ ദുനിയാവിന്റെ ആളായി മാറും. എപ്പോഴും ഉമ്മാക്ക് കാലുവേദന ആയണ്ട മോനെ, ഉച്ചക്കത്തെ കറി രാത്രി കുറെ ബാക്കിയുണ്ടല്ലോ, മോന് കഴിച്ചൂടെ? ഇല്ല, എനിക്ക് ഫ്രഷ് വേണം. അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കരുത്. ചെറുപ്പത്തിലെ ഇല്ലായ്മയും സാമ്പത്തികമായി കഴിവില്ലാത്ത കാലവും ഉള്ള കാലമൊക്കെ കുട്ടികളെ ബോധ്യപ്പെടുത്തി പഠിപ്പിക്കണം. ഭക്ഷണം കഴിക്കുന്ന ആളിലേക്കും ഭക്ഷണത്തിലേക്കും തുറിച്ചു നോക്കുന്ന സ്വഭാവമുള്ള കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ അവിടുന്ന് മാറ്റണം. സലീമ പറയാ, ഉസ്താദുമാരോ കുടുംബക്കാരോ അതിഥികളോ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ച കുട്ടി ആ ടേബിളിന്റെ അടുത്ത് വന്നിട്ടോ കോണിപ്പടീന്റെ അടുത്ത് വന്നിട്ടോ ഇങ്ങനെ നോക്കുകയാണ്. ഓ, ഇക്ക 2 ചിക്കൻ എടുക്കുന്നുണ്ടല്ലോ, നമുക്കെല്ലാം 1 കിട്ടിയിട്ടുള്ളൂ. ഇങ്ങനെ ഒരു നോട്ടം. ഇങ്ങനെ ഭക്ഷണത്തിലേക്കോ ഭക്ഷണം കഴിക്കുന്നവരിലേക്കോ തുറച്ചു നോക്കുന്ന സ്വഭാവം കുട്ടികൾക്കുണ്ടെങ്കിൽ സലീമാൻ പറയാ, ഓനെ വിളിക്കുക, ഭക്ഷണം കഴിച്ചില്ല, ഉമ്മാനെ എടുത്തു അവിടെ ഇങ്ങനെ നോക്കി വെക്കുന്നു. കുട്ടികളെ പഠിപ്പിക്കണം. ഇതൊക്കെ ചെറുപ്പത്തിലെ നല്ല മക്കളാക്കി വളർത്തിയെടുക്കണം. പിന്നെന്താ പഠിപ്പിക്കേണ്ടത്? ഈ പറയാണ്, ആ മോനെ ആ മോളെ ഈസാറ് ത്വാമ് പഠിപ്പിക്കണം. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ബാക്കിയുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും ബാക്കിയുള്ളവർക്ക് കൂടി ഭക്ഷണം കൊടുക്കാനും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആകെ ഇനി കുറച്ച് കറിയേ ഉള്ളൂ മോനെ, മോന്റെ ഇത്താത്ത മദ്രസീന്ന് വരുന്നുണ്ട്, ഇത്താത്തക്കും കുറച്ച് കറി അവിടെ വെക്കണം, മോന് കുറച്ചെടുത്തോളി എന്നാ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഷെയർ ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. ഒരു വലിയ ചോക്ലേറ്റ് വാങ്ങി, അപ്പൊ അത് കൊടുത്താൽ ഓനോട് പറയണം, ഇതിന്റെ ഹാഫ്, ഇതിന്റെ പകുതി അനുജന് കൊടുക്കുമല്ലോ അല്ലേ, ഫുള്ള് നിനക്കോ? അപ്പൊ പിന്നെ അനുജനോ